وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. كلا بل ران على قلوبهم ما كانوا يكسبون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സകല മേഖലയിലും കാത്തു സൂക്ഷിച്ച് സാധിക്കുന്ന അത്രയും ഭക്തനായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ട അവൻ്റെ ഏറ്റവും നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കുവാൻ പോകുന്നത് ജീവിതത്തിലെ ഒരു വലിയ പാപത്തെക്കുറിച്ചല്ല, ഒരു പ്രത്യേക വിഭാഗം ആളുകളെക്കുറിച്ചുമല്ല, ഒരു വലിയ രോഗത്തെക്കുറിച്ചാണ്. നമ്മളിൽ അധിക ആളുകൾക്കുമുള്ള, മിക്കവാറും മനുഷ്യരെയും പിടികൂടിയ ഒരു രോഗം. ആ രോഗത്തിൻ്റെ പേര് ലളിതമാണ്. നാളെ എന്നാണ് ആ രോഗത്തിൻ്റെ പേര്. നാളെ. ലോകം മുഴുവൻ ഒരു ഫുട്ബോൾ മത്സരത്തിൻ്റെ ആവേശത്തിലാണ്. 90 മിനിറ്റ് കഴിഞ്ഞ് എല്ലാവരും പൊരുതി ക്ഷീണിച്ചു നിൽക്കുന്ന സമയം റഫറി അവരെ മുമ്പിലേക്ക് നീട്ടിവെക്കുന്ന ഒരു ഇഞ്ചുറി ടൈമുണ്ട്. കാലുകൾ എത്ര ക്ഷീണിച്ചാലും, വിറയാർന്ന കാലുകളായാലും, ക്ഷീണിക്കുന്ന ശരീരമായാലും, കളിക്കുന്ന ഓരോ കളിക്കാരനും തൻ്റെ ജീവൻ കൊടുത്ത് ആത്മാർത്ഥമായി പോരാടുന്ന ഒരു സമയം. കാരണം അവർക്കറിയാം ഏത് സമയവും ആ വിസിൽ മുഴങ്ങും. അത് കഴിഞ്ഞാൽ പിന്നീട് എത്ര ഓടിയാലും, എത്ര കരഞ്ഞാലും, എത്ര അപേക്ഷിച്ചാലും പിന്നീടൊരു സമയവും തിരികെ കിട്ടുവാൻ പോകുന്നില്ല എന്നുള്ളത്. നമ്മുടെ ജീവിതം ഇതുപോലെയാണ് എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ സമയത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ഇഞ്ചുറി ടൈം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ ഇഞ്ചുറി ടൈമിൻ്റെ പേര് തന്നെ നമ്മുടെ ജീവിതം എന്നുള്ളതാണ്. നമുക്ക് ആർക്കും അറിയില്ല നമ്മിൽ ബാക്കിയാകുന്ന നിമിഷങ്ങളും സമയങ്ങളും എത്രയാണ് എന്ന്. കളിക്കാരെ പോലെ അവസാന നിമിഷം ആവേശം നിറഞ്ഞുകൊണ്ട് ഓടുന്ന മനുഷ്യരാകാതെ നാളെയാകട്ടെ പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്ന വലിയ ഒരു വഞ്ചനയിലാണ് ബഹുഭൂരിഭാഗം മനുഷ്യരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്ലീസ് ഒരിക്കലും നമ്മളോട് പറയുകയേ ഇല്ല, അള്ളാഹുവെ നിഷേധിക്കണമെന്ന് നമ്മളോട് ഒരിക്കലും പിശാച് വന്ന് പറയില്ല.
പിശാചാകെ നമ്മോട് പറയുന്ന വർത്തമാനം ഇപ്പോൾ വേണ്ട, പിന്നെയാകാം, നാളെയാകാം എന്നുള്ളത് മാത്രമാണ്. നമസ്കാരം ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലോ, പക്ഷെ പിശാച് മനസ്സിൽ നാളെ തുടങ്ങാം. ഹിജാബ് ധരിച്ച് മുന്നോട്ട് പോകണമെന്ന താല്പര്യമുണ്ട്, നാളെയാകട്ടെ. താടി നീട്ടണമെന്നും വടിക്കാതിരിക്കണമെന്നും ആഗ്രഹമുണ്ട്, ജോലി സെറ്റാവട്ടെ. ഉംറക്ക് പോകണം, ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, വയസ്സ് 60 ആകട്ടെ. ഇങ്ങനെ ജീവിതം ഇങ്ങനെ കുറച്ചേ ഉള്ളൂ, അത് കുറച്ചു കാലമൊക്കെ ഒന്ന് ആസ്വദിക്കണം, അനുഭവിക്കണം. പിന്നീട് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും ആത്മീയതയുടെ ഭാഗത്തേക്ക് വഴിതിരിച്ചു വിടാം എന്ന് പിശാച് നമ്മളെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കും. ഇതിന് പറയുന്ന പേരാണ് തസ്വീഫു തൗബ, തൗബയെ മാറ്റിവെക്കൽ. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞു, മിൻ അക്ബരി മകായിദി ഇബ്ലീസ് അത്തസ്വീഫു ബിത്തൗബ. ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ചതികളിൽ ഒന്നാണ് തൗബയെ വൈകിപ്പിക്കുക എന്ന് പറയുന്നത്. ഖുർആൻ നമ്മളോട് വളരെ ആത്മാർത്ഥമായി നൽകുന്ന മുന്നറിയിപ്പാണ്. യാ അയ്യുഹല്ലദീന ആമനു തുബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. അള്ളാഹു ഒരിക്കലും നമ്മളോട് നിങ്ങൾ നാളെ മടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിലാണ് തൗബ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഹജ്ജൊക്കെ കഴിഞ്ഞു വന്നിട്ട് പിന്നീടാണ് ജീവിതം ക്രമീകരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഇപ്പോൾ തന്നെ മടങ്ങുക എന്ന വിഷയമാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ഒരു ജീവിതത്തിൽ കളിയുടെ 90ാമത്തെ മിനിറ്റിൽ തോൽവി ഉറപ്പായ ഒരു ടീം, അവർക്ക് ലഭിക്കുന്ന ഇഞ്ചുറി ടൈമിൽ അവരാരെങ്കിലും വെറുതെ നോക്കി നിൽക്കും? അവരാരും നോക്കി നിൽക്കില്ല. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ സ്വർഗ നരകങ്ങൾ ഉണ്ട് എന്ന ബോധ്യമുള്ള നമ്മൾ നമ്മുടെ ഇന്നോളമുള്ള ജീവിതത്തെ നിരീക്ഷിച്ചുകൊണ്ടും പരീക്ഷിച്ചുകൊണ്ടും വളരെ ആത്മാർത്ഥമായി കൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ ക്രമീകരിക്കാൻ സന്നദ്ധരാകണം. നമ്മുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വൃദ്ധനായിട്ടാകും മരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്ര മരണങ്ങൾക്കാണ് സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്, എത്ര പെട്ടെന്നുള്ള മരണങ്ങൾ. ഇന്നലെ വൈകുന്നേരം പോലും നമ്മുടെ കൂടെ ചായ കുടിച്ച മനുഷ്യർ സോഷ്യൽ മീഡിയകളിൽ ഇന്നലെ പോസ്റ്റ് ഇട്ട ആ പോസ്റ്റിന്റെ ഒരു സ്റ്റാറ്റസിന്റെ കാലാവധി പോലും തീരുന്നതിന് മുമ്പ് അയാളുടെ കാലാവധികൾ തീർന്നുപോയ എത്ര മനുഷ്യരെയാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത്, മരണം ഒരിക്കലും നമ്മുടെ അരികിലേക്ക് ഒരു അപ്പോയിൻമെന്റ് എടുത്തുകൊണ്ട് കടന്നു വരാൻ പോകുന്ന ഒരാളല്ല. ഒരു നോട്ടിഫിക്കേഷൻ പോലെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒന്നല്ല, ഒരു മെസ്സേജ് അയച്ചിട്ട് വരുന്ന കഥാപാത്രവുമല്ല. ഫൈദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അവരവധി വന്നെത്തിയാൽ, മരണം നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ ഒരു നാഴിക പോലും അവർക്ക് വൈകിപ്പിക്കുവാനോ മുൻകൂട്ടിയാക്കാനോ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിന്റെ 34ാമത്തെ വചനം നമ്മുടെ കൂടെ വളരെ ആത്മാർത്ഥമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അക്സിറു, നിങ്ങൾ അധികരിപ്പിക്കണം, നിങ്ങൾ വർദ്ധിപ്പിക്കണം, ആ ചിന്തയെ വർദ്ധിപ്പിക്കണം. ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖാനുഭൂതികളെയും തകർത്തു കളയുന്ന ഒന്നിനെ നിങ്ങൾ ധാരാളമായിട്ട് ഓർക്കണം. ഏതാണ് ആ ഓർക്കേണ്ട വിഷയം? അത് മരണമാണ്. ഒരു സെക്കൻഡിൽ 2 പേരാണ് ലോകത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന സമയം ഏതൊക്കെയോ മനുഷ്യരുടെ കഫം പുടവുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എവിടെയൊക്കെയോ മാതാപിതാക്കൾ മക്കളില്ലാത്തവരാകുന്നു, ഏതൊക്കെയോ മക്കൾ യതീമുകളാകുന്നു, ആരൊക്കെയോ വിധവകളാകുന്നു, ആരൊക്കെയോ വിഭാര്യന്മാരാകുന്നു. ഇനി വരാൻ പോകുന്ന സെക്കൻഡുകളിൽ അതിൽ ആരാണ് നമ്മൾ എന്ന തിരിച്ചറിവ് നമ്മൾക്ക് ഇല്ല, നമുക്ക് ഉറപ്പില്ല, നമ്മൾ ആരുമാകാം. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടത്, ഇനിയും എനിക്ക് സമയമുണ്ട് എന്ന അബദ്ധമായ ധാരണകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരരുത്. ഞാനും നിങ്ങളും ഒക്കെ ഒരു ക്യൂവിലാണ്. ജനിച്ച അന്നു മുതൽ നമ്മൾ ഈ വരിയിൽ കയറി പറ്റിയവരാണ്. മരണമെന്ന ക്യൂവിൽ ഒരു പക്ഷെ നമ്മുടെ മുന്നിലുള്ള ആളുകൾ ഒരു പക്ഷെ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരായിരിക്കാം. നമ്മളിങ്ങനെ നമ്മളെക്കാൾ പ്രായം കൂടിയ മനുഷ്യരൊക്കെ ഒരു പക്ഷെ ആ വരിയിൽ നമ്മുടെ പിറകിലായിരിക്കും. അതുകൊണ്ടാണ് കവി പറഞ്ഞത്, കമ്മിൻ സഈരിൻ യുർതജാ തൂല ഉംരിഹി വഖദ് നുസിജത അക്ഫാനുഹു വഹുവ ലാ യദ്രി. നാളെക്കുറിച്ച് പ്രതീക്ഷകൾ കാണുന്ന എത്ര ചെറുപ്പക്കാർ, എത്ര കുട്ടികൾ തൻ്റെ ജീവിതത്തിൻ്റെ യൗവനത്തിൽ ഇങ്ങനെയായിരിക്കും, കൗമാരത്തിൽ ഞാൻ അങ്ങനെയായിരിക്കും, ഞാൻ ഇന്ന കല്യാണങ്ങൾ കഴിക്കും, എൻ്റെ ജോലി ഇങ്ങനെയായിരിക്കും, ഞാൻ ഇത്തരം വീടുകൾ വെക്കും എന്നൊക്കെ സ്വപ്നം കണ്ട എത്ര മനുഷ്യർ അവരറിയുന്നേ ഇല്ലല്ലോ അവരെ കഫം പുടവ നെയ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് എന്ന വിഷയം, അവരെ കഫം പുടവൊക്കെയും നെയ്തു കഴിഞ്ഞു എന്ന വിഷയം അവരൊന്നും മനസ്സിലാക്കുന്നേ ഇല്ലല്ലോ. നമ്മൾ എത്ര ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾക്ക് യാത്ര അവസാനിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ എത്ര താല്പര്യപ്പെട്ടാലും താല്പര്യമില്ലെങ്കിലും നമ്മൾ അള്ളാഹുവിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ചില ആളുകൾ യൗവനത്തിൽ തന്നെ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകും. ചിലർ ബാല്യത്തിലാകും, ചിലർ കൗമാരത്തിലാകും, ചിലർ വാർദ്ധക്യത്തിലാകും, ചിലർ രോഗത്തിലാകും, ചിലർ ഉറക്കത്തിലാകും. പക്ഷെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അന്ത്യം ഒന്നാണ്. മനുഷ്യ, നീ നിരന്തരം രക്ഷിതാവിലേക്ക് പരിശ്രമിച്ചുകൊണ്ടുള്ള ഒരു യാത്രയിലാണ്. തീർച്ചയായും അവസാനം നീ നിന്റെ റബ്ബിനെ കണ്ടുമുട്ടും. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടത് കണ്ടുമുട്ടാൻ മാത്രമുള്ള എന്തുണ്ട് എന്ന്. റസൂലുള്ളാഹി പഠിപ്പിച്ച പോലെ ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതിയത്തുൻ നുകിതത് ഫീ ഖൽബിഹി നുക്തതൻ സൗദാ. ഒരു അടിമ ഒരു തെറ്റു ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. തൗബ ചെയ്താൽ ആ പുള്ളി മാഞ്ഞു പോകും. പക്ഷെ വീണ്ടും പാപം ചെയ്യുന്തോറും ആ കറുപ്പ് അവിടെ കൂടി 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 വരും. എന്നിട്ട് ഖുർആൻ പറഞ്ഞ പോലെ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അവരെ ഹൃദയങ്ങളാണ് കടുത്തുപോയത്. എത്ര ഖുർആൻ ക്ലാസ് കേട്ടാലും അയാൾ കരയൂല, എത്ര ബാങ്ക് കേട്ടാലും അയാൾ പള്ളിയിലെത്തൂല, എത്രയൊക്കെ അലാറങ്ങൾ കേട്ടാലും അയാൾ എഴുന്നേൽക്കൂല, എത്ര കബറുകൾ കണ്ടാലും അയാളുടെ ഹൃദയങ്ങൾ വിറയാർന്നതായി വിതുമ്പി പൊട്ടി കരയുന്നൊരവസ്ഥയിലേക്ക് അയാൾ മാറൂല. എന്തുകൊണ്ട്? ഹൃദയം കടുത്തുപോയി. ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഭാരങ്ങളാൽ അയാളുടെ ഉള്ളകമൊക്കെയും കറുത്ത് ദ്രവിച്ചു പോയിട്ടുണ്ട്, ആകെയും കടുത്തുപോയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഫിർഔൻ ഒരൊറ്റ ദിവസം കൊണ്ട് കാഫിറായ മനുഷ്യനല്ല. അയാളുടെ മുമ്പിൽ മാസങ്ങളോളം വർഷങ്ങളോളം സത്യം കേട്ട ഒരാൾ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിനെ വീണ്ടും 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 വിളിച്ചു. എത്രയോ അത്ഭുതങ്ങൾ ഫിർഔൻ കണ്ടു. കടൽ പിളരുന്നതിന്റെ മുമ്പ് പോലും അള്ളാഹു എത്രയോ അവസരങ്ങൾ നൽകി. പക്ഷേ ഒന്നിലും ഫിർഔൻ അള്ളാഹുവിൽ വിശ്വസിക്കാൻ തയ്യാറായിട്ടേ ഇല്ല. നീണ്ടുകിടക്കുന്ന അവസരങ്ങളെ ഓർത്തുപോയിട്ടുണ്ടാകാം. പിന്നീട് ഫിർഔൻ മൂസാ നബിയുടെ പിറകെ ഓടുമ്പോഴും കടല് പിളർന്നപ്പോഴും അവിടെയും മൂസാ നബിയെ പിടിക്കാൻ വേണ്ടി ഫിർഔൻ കടന്നുപോയി. ആ കടൽ പിന്നീട് അടഞ്ഞു പോകുന്നു. ഫിർഔനും കൂട്ടരും വെള്ളത്തിനടിയിലേക്ക് പെട്ടുപോകുന്നു. അവരെ മുകളിലേക്ക് തിരമാലകൾ ഉയരുന്നു. ആ സമയം ഫിർഔൻ മരണം മുന്നിൽ കണ്ട സമയം ഫിർഔൻ ജീവിതത്തിൽ ആദ്യമായി സത്യസന്ധമായി കൊണ്ട് പറഞ്ഞ വാക്ക് ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനു ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ഇസ്രായേൽ സന്തതികൾ വിശ്വസിച്ച റബ്ബാരാണോ ആ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിമീങ്ങളെ കൂട്ടത്തിലായിരിക്കുന്നു. അള്ളാഹു ആ വർത്തമാനങ്ങൾക്ക് കൊടുക്കുന്ന മറുപടി ഹൃദയം ഉറപ്പിക്കുന്ന മറുപടിയാണ്. പടച്ച റബ്ബ് കൊടുക്കുന്ന മറുപടി അൽ ആൻ, ഇപ്പോഴാണോ നിന്റെ വർത്തമാനം? വഖദ് അസൈത ഖബൽ, ഇത്രയും കാലം ധിക്കരിച്ച ശേഷം നീ ഇപ്പോഴാണോ ഇസ്ലാമിലേക്ക് കടന്നുവെന്ന മറുപടികളാണ് പടച്ച റബ്ബ് ഫറോവയുടെ മുമ്പിൽ വെച്ചു കൊടുക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാനുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഫൈനൽ ഡേ എന്നാണ് എന്ന് അള്ളാഹു കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വ്യത്യാസം എന്തെന്നാൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകൾ നമ്മൾക്കറിയാമെന്നതും അള്ളാഹുവിൻ്റെ പ്ലാൻ ഏതാണ് നമ്മൾക്കറിയില്ല എന്നത് മാത്രമാണ്. അതുകൊണ്ട് ഏതാകും എൻ്റെ അവസാന നിമിഷം എന്ന് ആലോചിക്കൽ നിർബന്ധമാണ്. അത് നാളെയാകാമെന്ന് ചിന്തിക്കൽ അബദ്ധവുമാണ്. ഏതു സമയവുമാകാം, ഏത് നിമിഷവുമാകാം. നമ്മൾ ആലോചിക്കേണ്ട വിഷയം, ഇന്നെങ്ങാനും മലക്കുൽ മൗത്ത് ഇന്ന് രാത്രി വന്നാൽ നമ്മൾക്ക് ഏതു നമസ്കാരമായിരിക്കും ഓർമ്മ വരാൻ പോകുന്നത്? ഏത് ഉപേക്ഷിച്ച നമസ്കാരത്തിൻ്റെ പേരിലായിരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് സങ്കടപ്പെടാൻ പോകുന്നത്? ഏതു പാപത്തിൻ്റെ തൗബയായിരിക്കും നമ്മൾ ആ സമയം നിർവഹിക്കാൻ പോകുന്നത്? മാതാപിതാക്കളോട് പറഞ്ഞ ഏതു വർത്തമാനത്തിൻ്റെ പേരിലാകും അവരെ മുമ്പിൽ പോയി മാപ്പെന്ന് പറയാൻ പോകുന്നത്? ഏത് ഹറാമായ ബന്ധമായിരിക്കും നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നത്? മനുഷ്യന്റെ അരികിലേക്ക് മരണം കടന്നു വരുമ്പോൾ അവൻ പറയുന്ന വർത്തമാനം, റബ്ബേ എന്നെ മടക്കണം, എന്നെ തിരിച്ചയക്കണം, ഞാൻ ഉപേക്ഷിച്ചു പോയ കർമ്മങ്ങൾ ചെയ്യട്ടെ. ഒരു തിരിച്ചുവരവില്ല എന്ന ബോധ്യം നമ്മൾ കേൾക്കാത്തോണ്ടല്ലോ പ്രിയരെ, നമുക്ക് അറിയാത്തോണ്ടല്ലോ. നമ്മുടെ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കി തൗബ വൈകിപ്പിക്കുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞു. ചിലപ്പോൾ ഈ പള്ളിയിരിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ഉള്ളിൽ ചിന്ത വന്നിട്ടുണ്ടാകും, പ്രതീക്ഷ ഉണ്ടോ? കുറെ ചെയ്തു പോയല്ലോ, ഒരുപാട് വൈകിപ്പോയല്ലോ, പാപങ്ങളൊക്കെ അത്രയും വലുതാണല്ലോ. ഇതൊരിക്കലും അള്ളാഹിന്റെ ശബ്ദമല്ല. പാപം ചെയ്യിപ്പിക്കുന്നത് പിശാചാണ്. ഇനി ആ പാപത്തിന് തൗബയില്ലട്ടോ എന്ന് നമ്മുടെ മനസ്സിൽ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പിശാചാണ്. അള്ളാഹു നിന്റെ പാപങ്ങളൊന്നും പുറത്തു തരാൻ പോകുന്നില്ല എന്ന് നമ്മളെ പറഞ്ഞു പറ്റിപ്പിക്കുന്നതും പിശാചാണ്. നീയൊക്കെ നമസ്കരിച്ചിട്ട് എന്താ കാര്യം? ഇന്നലെ രാത്രി തിന്മ ചെയ്താൽ എന്താ സുബൈക്ക് പള്ളിക്ക് പോകുന്നത് എന്ന് പോയി നമ്മളെ മടിയനാക്കുന്നതും പിശാചാണ്.
ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചു തീർക്കാം, ഇനി ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും മരണമെന്ന് നമ്മളെ നിരാശയുടെ പടുകുഴിയിലേക്ക് കൊണ്ടുപോയി വീഴ്ത്തുന്നതും പിശാചാണ്, അല്ലാഹു അല്ല. പക്ഷെ പടച്ച റബ്ബ് നമ്മളോട് പറയുന്നത് ഖുലിയാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, മുങ്ങിക്കുളിച്ചു പോയ എൻ്റെ അടിമകളെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളുടെ കുറ്റബോധങ്ങളുമായി ജീവിക്കുന്ന മനുഷ്യരെ, ലാ തഖ്നതു, നിങ്ങൾ നിരാശപ്പെട്ടു പോകണ്ട, തൗബയില്ല എന്ന് ആലോചിക്കണ്ട. 100 ആളെ കൊന്ന മനുഷ്യനും തൗബയുണ്ടെന്ന് പഠിപ്പിച്ച സുന്ദരമായ മതം, അബൂ സുഫിയാന് തൗബയുണ്ട് എന്ന് പഠിപ്പിച്ച മതം, ഹിന്ദിന് തൗബയുണ്ട് എന്ന് പഠിപ്പിച്ച മതം, ആ മതത്തിൻ്റെ അനുയായികളാണ് നമ്മളെങ്കിൽ നമ്മളൊക്കെ അതിനേക്കാളും എത്ര നിസ്സാരമായ തിന്മകൾ മാത്രമേ ചെയ്തു കൂട്ടിയിട്ടുണ്ടാവുകയുള്ളൂ. എങ്കിൽ ആ പാപങ്ങളെയൊക്കെയും പുറത്തു തരാൻ കാരുണ്യവാനായ പടച്ച റബ്ബ് നമ്മുടെ മുമ്പിലുണ്ട്. ആ റബ്ബ് നമ്മുടെ വിളികളെ കാത്തിരിക്കുന്നു. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങളുടേത് മുഴുവൻ ഞാൻ പുറത്തു തരാമെന്നാണ് അള്ളാഹു നമ്മുടെ മുമ്പിൽ ആത്മാർത്ഥമായി നമ്മളെ പഠിപ്പിക്കുന്നത്. ഫിർഔൻ മരണം കണ്ടപ്പോൾ ഫിർഔൻ ഈമാൻ വന്നു, പക്ഷെ അത് സ്വീകരിക്കപ്പെട്ടില്ല. നമ്മുടെ ഒന്നും മുമ്പിൽ ഇപ്പം മരണമില്ല. നമ്മൾക്ക് ഇപ്പോൾ ഈ നിമിഷം തൗബ ചെയ്ത് മടങ്ങാം. മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി പടച്ച റബ്ബിനോടൊന്ന് പറഞ്ഞാൽ, ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ആരെയാണ് കാത്തിരിക്കുന്നത് ഗൗരവപ്പെട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ചിലപ്പോൾ ഈ പള്ളിയിരിക്കുന്ന പല മനുഷ്യരും 10-20 കൊല്ലമായി സുബഹി നേരത്തെ നമസ്കരിക്കാത്ത മനുഷ്യരായിരിക്കാം. ചിലപ്പോൾ ഈ കാലം വരെയും ഹറാമായ സമ്പാദ്യങ്ങൾ ജീവിച്ചു പോയ മനുഷ്യരായിരിക്കാം. വാപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ ഹൃദയം തകർക്കുന്ന വർത്തമാനങ്ങളും ചെയ്തികളും ചെയ്തു കൂട്ടിയ മനുഷ്യരായിരിക്കാം. ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ അനീതി കാണിച്ച മനുഷ്യരായിരിക്കാം. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ വ്യത്യസ്തമായ പാപങ്ങളിൽ ചെയ്തു കൂട്ടിയ മനുഷ്യരായിരിക്കാം. പക്ഷെ നമ്മളൊക്കെ എത്ര ദൂരം പോയാലും അള്ളാഹു അതിനേക്കാളും വിശാലമായ കാരുണ്യം നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിട്ടുണ്ട്. നമ്മൾ അള്ളാഹുവിലേക്കൊരു ചുവട് വെച്ചാൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കുവാൻ തയ്യാറാണ്. അവൻ നമ്മളെ തിരിച്ചു വിളിക്കാൻ നീ വൈകിയിട്ടില്ല. അല്ലാഹു അഫ്റഹു ബി തൗബതി അബ്ദി, അല്ലാഹു അവന്റെ അടിമയുടെ തൗബയിൽ അല്ലാഹു സന്തോഷിക്കും. ഞാൻ സൃഷ്ടിച്ച എൻ്റെ അടിമ, എന്നെ ആരാധിക്കാൻ വേണ്ടി ഞാൻ സൃഷ്ടിച്ച എൻ്റെ അടിമ അവന്റെ ജീവിതത്തിന്റെ ഇടവേളകൾ എവിടെയൊക്കെ എന്നെ മറന്നുപോയിരുന്നു. ഇന്നിതാ എൻ്റെ അടിമ എന്നിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അല്ലാഹുവേ, ഇനി അങ്ങോട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നെ അനുസരിക്കുന്നവനായിരിക്കുമെന്ന് പറഞ്ഞെന്നിലേക്ക് വന്നിരിക്കുന്നു എന്നത് അല്ലാഹുവിന് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന വാക്കാണ്. നമ്മൾ അള്ളാഹനെ മറന്നിട്ടും അള്ളാഹു നമ്മളെ മറന്നില്ല. നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നിട്ടും അള്ളാഹു നമ്മിൽ നിന്നും അകന്നു പോയില്ല. അതുകൊണ്ട് ഈ ജുമുഅയിൽ ഇവിടെ ഈ നിമിഷത്തിൽ വളരെ ആത്മാർത്ഥമായി കൊണ്ട് നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായി കൊണ്ട് പടച്ച റബ്ബിനോട് തൗബ ചെയ്ത് ഇനി അങ്ങോട്ട് ജീവിതം മനോഹരമാക്കുന്ന തീരുമാനമായി നമ്മൾക്ക് മടങ്ങാൻ കഴിയണം. ഒരു ദിവസം ഈ ചിരിയും കളിയും എല്ലാം അവസാനിക്കുമെന്ന ബോധ്യം ഉണ്ടാകണം. ഈ ശരീരം കുളിപ്പിക്കപ്പെടും, നമ്മൾ കുളിക്കേണ്ടതില്ല. നമ്മളെ കഫനിൽ പൊതിയപ്പെടും, ബ്രാൻഡഡ് വസ്ത്രങ്ങളാകണമെന്നില്ല. നമ്മളൊന്നും ചിലപ്പോൾ ഇതുവരെയും മിണ്ടാത്ത മനുഷ്യരാൽ തോളിലേറ്റപ്പെടും. നമ്മൾ പള്ളിയിൽ 1ാമത്തെ സൊഫിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് കിടത്തും. ആ സൊഫുമായി നമ്മൾക്ക് ജീവിതത്തിൽ ബന്ധമുണ്ടോ എന്ന് ആലോചിക്കുക. പള്ളിയിലേക്ക് ജുമാക്ക് വരുമ്പോൾ പോലും ഞാൻ ആ സൊഫിലൊന്നിരിക്കണമെന്ന താല്പര്യത്തോടു കൂടി എത്ര പേര് കടന്നു വരാറുണ്ട് എന്ന് ആലോചിക്കുക. ഖബറിലേക്ക് നമ്മളെ ഇറക്കി വെക്കുമെന്ന ബോധ്യമുണ്ടാകണം. എല്ലാവരും മടങ്ങുമെന്ന തിരിച്ചറിവുണ്ടാകണം. അവിടെ ഞാനും എൻ്റെ കർമ്മങ്ങളും മാത്രമാണ് ബാക്കിയുണ്ടാവുക എന്ന വളരെ ആത്മാർത്ഥമായ ഒരു യാഥാർത്ഥ്യം ഉണ്ടാകണം. ആ യാഥാർത്ഥ്യത്തിൽ ഇന്നോളമുള്ള കർമ്മപുസ്തകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര പേർക്ക് അതിൽ സന്തോഷകരമായ നിമിഷങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ ഒരു 15 വയസ്സിനു ശേഷം ചെയ്തു കൂട്ടിയ നന്മകൾ എത്രയെന്നും തിന്മകൾ എത്രയെന്നും വെറുതെ ഒന്ന് ആലോചിക്കുക. എന്നിട്ട് ആ ജീവിതവുമായി മുന്നോട്ട് പോയാൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന പാരത്രികമായ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക. നൂഹ് നബിയുടെ കാലത്തു ജീവിച്ച മനുഷ്യൻ ഇന്നും ഖബറിലാണ് എന്ന് ആലോചിക്കുക. 10-60 കൊല്ലത്തെ ജീവിതത്തിനപ്പുറം ചിലപ്പോൾ നൂറ്റാണ്ടുകൾ ഖബറിലായിരിക്കാമെന്ന ബോധ്യമുണ്ടാകുക. ആ ഖബറിലേക്കുള്ള വെളിച്ചങ്ങളായിട്ട് എന്തുണ്ട് എന്ന് വീണ്ടും 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 ആലോചിക്കുക. മരണം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ അരികിലേക്ക് മലക്കൾ വന്നുകൊണ്ട് പറയേണ്ട വർത്തമാനം, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി.
സമാധാനം നേടിയ ആത്മാവേ, നീ നിന്റെ രക്ഷിതാവിങ്കലേക്ക് മടങ്ങി പോകുക. നീ അവനിൽ തൃപ്തനാണ്, അവൻ നിന്നിലും തൃപ്തനാണ് എന്ന് അടിമകളായ നമ്മളോട് പടച്ച റബ്ബ് പറയണം. അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ പറയണം, ഫദ്ഖുലി ഫീ ഇബാദി, എൻ്റെ അടിമകളെ നിങ്ങളിതാ പ്രവേശിച്ചുകൊള്ളൂ എന്ന് സ്വർഗത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് നമ്മളോട് പറയുന്ന ആ ഭാഗ്യവാന്മാരാകാൻ വളരെ ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം. റഹ്മാനായ റബ്ബ് ആ സ്വർഗീയ ലോകത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളാണ്. അവരെ നല്ല സ്കൂളിൽ പഠിപ്പിക്കുന്നവരാണ്, ട്യൂഷൻ അയക്കുന്നവരാണ്, കോച്ചിങ്ങിന് അയക്കുന്നവരാണ്. കാരണം നമ്മുടെ മക്കൾ ജീവിതത്തിൽ വിജയിക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ വളരെ ഗൗരവപ്പെട്ടൊരു ചോദ്യം, നമ്മുടെ മക്കൾ ജീവിതം വിജയിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസം നമ്മൾ അവർക്ക് നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ജീവിതം വിജയിക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നാണ് ഖുർആൻ അതിന് കൊടുക്കുന്ന മറുപടി. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ വിശ്വസിക്കുകയും വിജ്ഞാനം നൽകപ്പെടുകയും ചെയ്തവരെ അള്ളാഹു പല പദവികൾ ഉയർത്തുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പഠിപ്പിച്ച പോലെ മൈ യുരിദില്ലാഹു ബിഹി ഖൈറ, അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, അയാൾക്ക് മതത്തിൽ ആഴത്തിലുള്ള ദീൻ അയാൾക്ക് അള്ളാഹു നൽകും, മതത്തിലെ വിജ്ഞാനം നൽകും. നമ്മുടെ മക്കളെ ഡോക്ടറാക്കുന്നുണ്ടാകും, എഞ്ചിനീയർ ആക്കുന്നുണ്ടാകും, അധ്യാപകരാക്കുന്നുണ്ടാകും. വർഷങ്ങളുടെ പഠനം അതിനൊക്കെ ആവശ്യമാണ്. പക്ഷേ അള്ളാഹുവിലേക്കുള്ള വഴി, സ്വർഗത്തിലേക്കുള്ള പാതയിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്ന രക്ഷിതാക്കളാകാൻ നമ്മൾക്ക് സാധിക്കണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹല്ലിൽ കൗമാര വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ദീൻ പഠിക്കുവാനും ഖുർആനും സുന്നത്തും ഒക്കെ വളരെ ഗ്രഹണമായിക്കൊണ്ട് മനസ്സിലാക്കുവാനും ഇസ്ലാമികമായ വ്യക്തിത്വത്തോടു കൂടി അവരെ വളർത്താനുമായി MSMന്റെ കീഴിൽ CRE എന്ന് പറയുന്ന തുടർ മതപഠന സംവിധാനം, അതിൻ്റെ ഒരു പുതിയ ബാച്ച് ഔപചാരികമായി കൊണ്ട് ഇന്ന് ആരംഭം കുറിക്കുകയാണ്. CRE എന്ന് പറയുന്നത് കേവലമായൊരു ക്ലാസ് മാത്രമല്ല, മറിച്ച് അത് ഒരു തലമുറയെ അള്ളാഹുവിലേക്ക് ചേർക്കാനുള്ള ശ്രമമാണ്. രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ മക്കൾ നമ്മൾക്ക് ഏറ്റവും വലിയ സമ്പത്താവുക. അവർ നമ്മൾക്ക് വീടുണ്ടാക്കി തരുമ്പോഴോ, ഒരുപാട് ഭൂമി വാങ്ങി തരുമ്പോഴോ, അവർ നമ്മൾക്ക് സ്വർണ്ണങ്ങൾ ഉണ്ടാക്കി തരുമ്പോഴോ, നമ്മൾക്കൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി തരുമ്പോഴോ, നമ്മൾ തിരിച്ചങ്ങോട്ട് ഇതൊക്കെ കൊടുക്കുമ്പോഴോ അല്ല, മറിച്ച് ദീനിൻ്റെ അറിവ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പകരുമ്പോൾ അത് ഈ ദുനിയാവിൽ ബാക്കിയാവുകയും ആ ബാക്കിയാകുന്ന ഇൽമിലൂടെയും ദീനിലൂടെയും നമ്മുടെ ഖബറിലേക്ക് വളരെ വിശാലമായ കർമ്മങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ മരിച്ചാലും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ ബാക്കിയാക്കുന്ന രക്ഷിതാക്കളാകണം. വിദ്യാർത്ഥികളോട് പറയാൻ, നമ്മൾ ദീന് പഠിക്കുന്നത് കേവലമായ ഏതെങ്കിലും പരീക്ഷകൾ പാസ്സാകുവാൻ വേണ്ടിയല്ല എന്നും അത് ജീവിതം പാസ്സാകാൻ വേണ്ടിയാണ് എന്നും, സ്കൂളുകളിൽ കോളേജുകളും നമ്മൾ നല്ലൊരു പ്രൊഫഷണൽ ആക്കാം, പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറം ദീനാണ് നമ്മളെ വളരെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റുക എന്ന ബോധ്യമുണ്ടാകണം. എന്ന് പറഞ്ഞാൽ സ്കൂൾ ഒരു പക്ഷേ ഉപജീവനം എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കും, ദീനാണ് ജീവിതം എങ്ങനെയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗം. അതുകൊണ്ട് ഈ സംരംഭത്തെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വിജയിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അവരെ ട്യൂഷനൊന്നും തടസ്സമാകാത്തൊരു വിധത്തിൽ രാത്രിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ, 1 മണിക്കൂർ ആഴ്ചയിൽ മാത്രമേ അതുള്ളൂ. അതുകൊണ്ട് ഈ CREയിലേക്ക് നമ്മുടെ മക്കൾ വെക്കുന്ന ഓരോ ചുവടുകളും അത് നാളെ നല്ലൊരു മാതൃകാ വിശ്വാസിയാകാനും ഉത്തരവാദിത്ത ബോധമുള്ളൊരു പൗരനാകാനും അള്ളാഹുവിനും റസൂലിനും ഒക്കെ പ്രിയപ്പെട്ട ഒരു അടിമയായിക്കൊണ്ട് നല്ല മനോഹരമായ സൃഷ്ടികളായി മാറുവാനുമാണ്. അതുകൊണ്ട് മക്കൾക്ക് ഉപകാരപ്രദമായ വിജ്ഞാനവും സത്യസന്ധമായി കൊണ്ടുള്ള ഈമാനും മനോഹരമായ സ്വഭാവവും അവർക്ക് കൈവരണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെയും അതിൻ്റെ ഭാഗമാകണം. അതിൻ്റെ തുടക്കം എന്നോണം ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബ് നമസ്കാര ശേഷം ഒരു കുടുംബ സംഗമം എന്ന രൂപത്തിലാണ് നമ്മുടെ പ്രോഗ്രാം. എല്ലാവരും മഗ്‌രിബ് കഴിഞ്ഞ ഉടനെ നമ്മുടെ മദ്രസയിലെത്തി ആ പ്രോഗ്രാമിൽ ദീൻ ഒരുമിച്ച് കേൾക്കുന്ന ഒരു
അവസ്ഥാവിശേഷം കൈവന്നാൽ മനോഹരമായ അതിൻ്റേതായ ബർക്കത്തുകൾ നമ്മുടെ കുടുംബജീവിതം നമ്മൾക്ക് കൈവരുമെന്നതിൽ യാതൊരുവിധ സംശയങ്ങളും ഇല്ല. അത് അള്ളാഹു നമ്മൾക്ക് നൽകുന്ന വാഗ്ദാനമാണ് എന്ന ബോധ്യമുണ്ടാവുക. ആ വിഷയം ആത്മാർത്ഥമായി കൊണ്ട് ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുണ്ട്. ഒന്ന്, നമ്മുടെ ഇന്നത്തെ കളക്ഷൻ നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ളതാണ്. സഹകരണം ഉണ്ടാകണം. രണ്ടാമത്തേത്, ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ കളക്ഷൻ നമ്മുടെ സമീപ പ്രദേശമായ നമ്മുടെ നാട് തന്നെയായ ആര്യന്തൊടികയിലെ നമ്മുടെ സഹോദരൻ ലുക്കുമാനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെയും അറിഞ്ഞവരാണ്. അതുമായി നമ്മുടെ മഹലിൻ്റെ ഒരു വളരെ കാര്യപ്പെട്ടൊരു സഹകരണം ആ വിഷയത്തിൽ ഉണ്ടാകണമെന്ന അഭ്യർത്ഥന വന്നിട്ടുണ്ട്. അതിനോടുള്ളൊരു സഹകരണം അടുത്ത ആഴ്ചയിൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതേപോലെ തന്നെ നമ്മുടെ സഹോദരൻ്റെ പള്ളിയിൽ സ്ഥിരമായി നമ്മുടെ പള്ളിയിൽ ഉണ്ടാകുന്ന സഹോദരൻ, അദ്ദേഹത്തിന് ഒരു മാരകമായ രോഗം പിടിപെട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ ചെറുപ്പക്കാരൻ്റെയും അതോടൊപ്പം അത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരുടെയും എല്ലാ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും ശിഫ നൽകുന്ന നാഥൻ എത്രയും പെട്ടെന്ന് പരിപൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമീനായ നാഥ, നിന്നിലേക്ക് മടങ്ങുന്ന നിന്റെ ദീൻ ജീവിതത്തിൽ ചേർത്ത് പിടിക്കുന്ന ഈമാനോടുകൂടിയും ഇഖ്ലാസോടുകൂടിയും തഖ്വയോടുകൂടിയും മുന്നോട്ട് പോകുന്ന നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പൈശാചികമായ വലയത്തിൽ പെട്ടുപോകാതെ നിന്നെ അനുസരിക്കാനുള്ള ഹൃദയവും നിന്നോട് നന്ദി കാണിക്കാനുള്ള മനസ്സും നിന്നെ ഓർക്കുന്നൊരു നാവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. റഹ്മാനെ, റഹമുറാഹിമീനായ നാഥ, അറിവില്ലായ്മ കൊണ്ടോ പക്വതയില്ലായ്മ കൊണ്ടോ പ്രായത്തിന് എടുത്തുചാട്ടം കൊണ്ടോ ജീവിതത്തിൻ്റെ വൈകാരികമായ തിളപ്പുകൾ കൊണ്ടോ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെയും ഗഫൂറായ റഹ്മാനായ റഹീമായ നാഥ, നിന്റെ മഹാവിശാലമായ കാരുണ്യം കൊണ്ടും അഫിറത്ത് കൊണ്ടും റഹമത്ത് കൊണ്ടും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ. റഹ്മാനെ, അർഹമുറാഹിമീനായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബം കൺകുളിർമയുള്ള കുടുംബമാക്കി നീ ഞങ്ങൾക്ക് സമ്മാനിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ദുരിതങ്ങളെയും കഷ്ടതകളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിച്ചു നൽകണമേ. നിന്റെ പരീക്ഷണങ്ങൾ ക്ഷമിക്കുവാനുള്ള മനസ്സും നിന്റെ വിധികളിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സും നീ ഞങ്ങൾക്ക് കൈവരുത്തണമേ. റഹ്മാനെ, നിന്റെ മാർഗത്തിൽ ആവേശത്തോടുകൂടി ആരാധനയിൽ സജീവമാകാനുള്ള ഈമാനും തോക്കത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അല്ലാഹുമ്മ യഅഫു ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم اجرنا واجر والدينا من النار. اللهم تب علينا توبة نصوحا. اللهم لا تجعل الدنيا أكبر همنا. اللهم احسن خاتمتنا. اللهم اجعل خير أعمالنا خواتيمها وخير أيامنا يوم نلقاك. اللهم ارزقنا قبل الموت توبة وعند الموت شهادة وبعد الموت جنة ونعيما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.